നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ 3 ആഴ്ച പിന്നിടുമ്പോൾ ഇസ്രയേലിൽ പുതിയ ആക്രമണം. ഇസ്രയേലിനെ വീണ്ടും യഹോവ രക്ഷിച്ചിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും ദൈവം നേരിട്ട് രക്ഷിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ, അതായത് ഇസ്രയേലിൽ ഇന്നലെ രാത്രി 9 മണിക്ക് ഉണ്ടായത്. നിർത്തിയിട്ട ബസ്സിൽ ഹമാസ് ഭീകരർ ബോംബ് വയ്ക്കുകയായിരുന്നു. 3 ബസ്സുകളിലാണ് സ്ഫോടനം ഉണ്ടായത്. ഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയത്ത് ബസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രം വലിയ ഒരു ദുരന്തം ഒഴിവായി. ഇസ്രയേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം എന്നാണ് നിഗമനം. ഇവിടെയും ദൈവത്തിന്റെ വലിയ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഹമാസ് ഭീകരർക്ക് AM-ഉം PM-ഉം തമ്മിൽ മാറിപ്പോയി. രാവിലെ 9 മണിക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ബോംബ് സെറ്റ് ചെയ്തു വെച്ചത് രാത്രി 9 മണിക്കായിപ്പോയി. അതായത് 9 AM-ന് ഉദ്ദേശിച്ചത് സെറ്റ് ചെയ്തു വന്നപ്പോൾ 9 PM ആയിപ്പോയി. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് മാറിപ്പോവുകയായിരുന്നു. ഇത് സംഭവിച്ചത് രാവിലെ ആയിരുന്നുവെങ്കിൽ 3 ബസ്സിലുള്ള യാത്രക്കാർ ചിന്നിച്ചിതറുമായിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ വേറെയും ബസ്സുകളിൽ നിന്ന് ബോംബുകൾ ലഭിച്ചു. ഇവയെല്ലാം തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട്. ടെലവീവിലെ ബാറ്റ്യാമിലെയും ഹോളിനോണിലെയും പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ട ബസ്സുകളിലാണ് സ്ഫോടനം ഉണ്ടായത്. ഹമാസ് ബറ്റാലിയൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റ് 2 ബസ്സുകളിലെ സ്ഫോടക വസ്തുക്കൾ പോലീസ് നിർവീര്യമാക്കി. 5 ബോംബുകളും സമാനം തന്നെയാണ്. ടൈമറുകൾ ഘടിപ്പിച്ചതാണ്. ബോംബ് സ്ക്വാഡുകൾ പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ നിർവീര്യമാക്കുകയാണെന്ന് പോലീസ് വക്താവ് അസി അഹ്റോണി പറഞ്ഞു. കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായി ബോംബ് സ്ക്വാഡ് രാജ്യവ്യാപകമായി ബസ്സുകളിലും ട്രെയിനുകളിലും തെരച്ചിൽ നടത്തുകയാണ്. സംശയമുള്ളവരെ കണ്ടെത്താനായി പോലീസ് ടെല്ലവീവിന് പുറത്തുള്ള ബാറ്റ്യാം നഗരത്തിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരാളാണോ 5 ബസ്സുകളിലും സ്ഫോടന വസ്തുക്കൾ വെച്ചത്, അതോ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആഭ്യന്തര സുരക്ഷാ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തു. ഇസ്രയേൽ പ്രധാനമന്ത്രി സൈനിക സെക്രട്ടറിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നും പോലീസ് പറയുന്നു. 4.5 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്രയേലിലെ വലിയ നഗരമാണ് ടെലവീവ്. സംഭവത്തിൽ പ്രതികൾക്കായി വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ഏകദേശം 5 കിലോഗ്രാം വീതം ഭാരം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് നിർവീര്യമാക്കിയത്. ഇപ്പോൾ ഇസ്രയേലിനെ കുഴയ്ക്കുന്നത് എങ്ങനെയാണ് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലും ഹമാസ് ബസ്സുകളിൽ ബോംബുകൾ സെറ്റ് ചെയ്തത് എന്നാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷായോഗം ചേരാനിരിക്കെ സ്ഫോടനങ്ങൾ നടത്തിയത് പലസ്തീൻ തീവ്രവാദ സംഘടനകൾ ആണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആരോപിച്ചു. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇസ്രയേൽ സേനയുടെ നിഗമനം. ഈ സാഹചര്യത്തിലാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കാൻ നിർദ്ദേശം നൽകിയത്. തുൽക്കറേമിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലാണ് കർശന നിരീക്ഷണം. ഇതിനു പുറമെ ജുഡിയ, സമാരിയ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലും നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കൾ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കണ്ടെത്തിയതിന് സമാനമാണെന്ന് മധ്യ ഇസ്രയേലിൽ നിന്നുള്ള ഒരു പോലീസ് പറഞ്ഞു. അതേസമയം സംഭവത്തിന് പിന്നാലെ ഇസ്രയേൽ സർക്കാർ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുഗതാഗത മാർഗങ്ങൾക്ക് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വകാര്യ വാഹന പരിശോധന കർശനമാക്കി. സംശയാസ്പദമായ കൂടുതൽ വസ്തുക്കൾക്കായി പോലീസ് ബോംബ് നിർവീര്യ യൂണിറ്റുകൾ സ്കാൻ ചെയ്യുന്നുണ്ട്. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. സ്ഫോടനത്തിന് പിന്നാലെ മുഴുവൻ ബസ് സർവീസുകളും നിർത്തിവെക്കാൻ ഗതാഗത മന്ത്രി മിരി റെഗേവ് ഉത്തരവിട്ടു. എല്ലാ ബസ്സുകളിലും ട്രെയിനുകളിലും ലൈറ്റ് മെട്രോ സർവീസുകളിലും പരിശോധന നടത്താനും മന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മൊറോക്കോയിലേക്കുള്ള സന്ദർശനവും ഗതാഗത മന്ത്രി വെട്ടിക്കുറച്ചതായാണ് റിപ്പോർട്ട്. സ്ഫോടനത്തിന് പിന്നാലെ സ്ഥിതി സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം ഘടിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. പുതിയ ആക്രമണം പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഉണ്ടായാൽ മേഖലയിലെ സ്ഥിതി അതിസങ്കീർണമാകാനാണ് സാധ്യത. പൊതുജനങ്ങൾ അവരുടെ സാധാരണഗതിയിൽ തന്നെ ജോലികൾക്ക് പോകണമെന്നും സ്കൂളുകൾ തുറക്കുമെന്നും മേയർ അറിയിച്ചു. പൊതുഗതാഗതം പ്രവർത്തിക്കും, എന്നാൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറയുന്നു. ഇസ്രയേലിനെ ദൈവം കാത്തുവെങ്കിലും ഈ സംഭവം ഇസ്രയേൽ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ജൂദായ, സമരിയ ഭാഗങ്ങളിൽ, അതായത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും കനത്ത ആക്രമണം തന്നെ നടത്താനാണ് നെതന്യാഹുവിന്റെ നീക്കം.
വെടിനിർത്തൽ കരാറിനെ ബാധിക്കാത്ത വിധം തന്നെ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിക്കാനാണ് ഇസ്രയേൽ തീരുമാനം. ഒക്ടോബർ 7 ആക്രമണത്തിൽ ബന്ദികളാക്കിയവരിൽ കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രയേലിന് കൈമാറിയതിന് പിന്നാലെയാണ് ഈ സ്ഫോടനങ്ങളും നടന്നത്. ഇതിനു മുമ്പ് 2000 മുതൽ 2005 വരെയുള്ള കാലങ്ങളിൽ സമാനമായ തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2022 ഇസ്രയേലിൽ ബസ്സിൽ സ്ഫോടനം ഉണ്ടായത്. ജെറുസലേമിലുണ്ടായ സ്ഫോടനത്തിൽ 2 പേരാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.